ഹോൾ ടിക്കറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പരിഭാഷ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 85 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇത് എന്തായാലും എല്ലാവരും ആ 85 ക്വസ്റ്റ്യൻസും മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്നീ സബ്ജക്റ്റുകളിൽ കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുന്നോ അത്രയും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 85 ക്വസ്റ്റ്യൻസ് പഠിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ബേർഡ്സ് ഐ വ്യൂ എന്നതിന്റെ മലയാള പരിഭാഷ എന്ത്? ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുന്നത് വിഗഹ വീക്ഷണം. വിഗഹ വീക്ഷണം എന്നാണ് ബേർഡ്സ് ഐ വ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്നതിന്റെ മലയാള തർജ്ജമയാണ് ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദേഴ്സ് ഫ്ലോക്ക് ടുഗദർ എന്നതിന്റെ മലയാള പരിഭാഷ എന്താണ്? ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു പറക്കും. ബേർഡ്സ് ഓഫ് ദി സെയിം ഫെദേഴ്സ് ഫ്ലോക്ക് ടുഗദർ എന്നതിന്റെ മലയാള പരിഭാഷയാണ് ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു പറക്കും. We have a little time before the train leaves എന്ന വാക്യത്തിന്റെ ശരിയായ മലയാള പരിഭാഷ. ട്രെയിൻ വിടുന്നതിന് മുൻപ് നമുക്ക് അല്പം സമയം ബാക്കിയുണ്ട്. We have a little time before the train leaves എന്നതിന്റെ മലയാള പരിഭാഷയാണ് ട്രെയിൻ വിടുന്നതിന് മുൻപ് നമുക്ക് അല്പസമയം ബാക്കിയുണ്ട്. ബ്രൂട്ട് മെജോറിറ്റി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ. മൃഗീയ ഭൂരിപക്ഷം. ബ്രൂട്ട് മെജോറിറ്റി എന്നതിന്റെ മലയാള പരിഭാഷയാണ് മൃഗീയ ഭൂരിപക്ഷം. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ. കാര്യനടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി. സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്നതിന്റെ മലയാള പരിഭാഷയാണ് കാര്യനടത്തിപ്പിൽ യാതൊരു പങ്കുമില്ലാത്ത വ്യാപാര പങ്കാളി. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ. ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നതിന്റെ മലയാള പരിഭാഷയാണ് ഒന്നുമില്ലാതെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നതാണ്. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ. കാറ്റുള്ളപ്പോൾ പാറ്റുക. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട് എന്നതിന്റെ മലയാള പരിഭാഷയാണ് കാറ്റുള്ളപ്പോൾ പാറ്റുക. പരിഭാഷ എന്ന ഭാഗത്തു നിന്നും രണ്ട് തരത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. മലയാളം വാക്യം തന്നിട്ട് അതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ചോദിക്കാറുണ്ട്. ഇംഗ്ലീഷ് വാക്യം തന്നിട്ട് സമാനമായ മലയാള അർത്ഥവും ചോദിക്കാറുണ്ട്. യോഗം മാറ്റിവെച്ചു എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം. ദ മീറ്റിംഗ് വാസ് പോസ്റ്റ്പോൺ. യോഗം മാറ്റിവെച്ചു എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യമാണ് ദ മീറ്റിംഗ് വാസ് പോസ്റ്റ്പോൺ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ശരിയായ മലയാള പരിഭാഷ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നതിന്റെ മലയാള പരിഭാഷയാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. താങ്കൾക്ക് ജോലിയിൽ പ്രവേശിക്കാം എന്നർത്ഥം വരുന്ന ഇംഗ്ലീഷ് വാക്യം. യു ക്യാൻ ജോയിൻ ദ ഡ്യൂട്ടി. താങ്കൾക്ക് ജോലിയിൽ പ്രവേശിക്കാം എന്നതിന്റെ ഇംഗ്ലീഷ് വാക്യമാണ് യു ക്യാൻ ജോയിൻ ദ ഡ്യൂട്ടി. താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു എന്നതിന് സമാനമായ വാക്യം. യു ആർ അപ്പോയിന്റഡ് ടു ദിസ് പോസ്റ്റ്. താങ്കളെ ഈ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നു എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യമാണ് യു ആർ അപ്പോയിന്റഡ് ടു ദിസ് പോസ്റ്റ്. ഡിഡ് യു ഗെറ്റ് മീ ഉചിതമായ മലയാള തർജ്ജിമ ഏത്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഡിഡ് യു ഗെറ്റ് മീ എന്നതിന്റെ മലയാള തർജ്ജിമയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ. നദി നീന്തിക്കടക്കാൻ റെനി എന്നെ വെല്ലുവിളിച്ചു എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം. റെനി ചാലഞ്ച്ഡ് മീ ടു സ്വിം അക്രോസ് ദ റിവർ. നദി നീന്തിക്കടക്കാൻ റെനി എന്നെ വെല്ലുവിളിച്ചു എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യമാണ് റെനി ചാലഞ്ച്ഡ് മീ ടു സ്വിം അക്രോസ് ദ റിവർ. ഡു യു ഹാവ് ഡിഫിക്കൽറ്റി ഇൻ സ്പീക്കിംഗ് ഓവർ എ ടെലിഫോൺ എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. ടെലിഫോണിൽ കൂടി സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ?
ഡു യു ഹാവ് ഡിഫിക്കൽട്ടി ഇൻ സ്പീക്കിംഗ് ഓവർ എ ടെലിഫോൺ. ഓവർ എ ടെലിഫോൺ എന്നാണ് പറയുന്നത്. അപ്പൊ ടെലിഫോണിൽ കൂടി സംസാരിക്കുന്നതിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? ഗേൾസ് ഈറ്റ് ഐസ്ക്രീം എന്നതിന് ശരിയായ മലയാള പരിഭാഷ. പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നുന്നു. ഗേൾസ് ഈറ്റ് ഐസ്ക്രീം. ഗേൾസ് ഈറ്റ് ഐസ്ക്രീം എന്നാണ് പറയുന്നത്. അപ്പൊ പെൺകുട്ടികൾ ഐസ്ക്രീം തിന്നുന്നു എന്നതാണ് ഗേൾസ് ഈറ്റ് ഐസ്ക്രീം എന്നതിന്റെ മലയാള പരിഭാഷ. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന മലയാള ശൈലിയുടെ ഇംഗ്ലീഷ് പ്രയോഗം ഏത്? ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള പഴഞ്ചൊല്ലാണ്. ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന മലയാള ശൈലിയുടെ ഇംഗ്ലീഷ് പ്രയോഗമാണ് ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ്. വാട്ട് എ ഡർട്ടി സിറ്റി എന്നതിന് ശരിയായ മലയാള പരിഭാഷ. എന്തൊരു വൃത്തികെട്ട നഗരം. വാട്ട് എ ഡർട്ടി സിറ്റി. വാട്ട് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് എ ഡർട്ടി സിറ്റി എന്നതിന്റെ മലയാള പരിഭാഷയാണ് എന്തൊരു വൃത്തികെട്ട നഗരം. I didn't see any reason to disbelieve his statement എന്നതിന് ശരിയായ മലയാള പരിഭാഷ. അയാളുടെ പ്രസ്താവന വിശ്വസിക്കാതിരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല. I didn't see any reason to disbelieve his statement. Disbelieve എന്നാണ് പറയുന്നത്. അപ്പൊ വിശ്വസിക്കാതിരിക്കാൻ, അയാളുടെ പ്രസ്താവന വിശ്വസിക്കാതിരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല. പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ്. ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലമബിൾ. പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണെന്ന് സമാനമായ ഇംഗ്ലീഷ് വാക്യമാണ് പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലമബിൾ. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്നതിന് ശരിയായ മലയാള പരിഭാഷ. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന് കേൾക്കുമ്പോൾ ഇടത് കൈയിലെ പ്രശംസ എന്നൊന്നും ആരും എഴുതിക്കരുത്. വിപരീതാർത്ഥ പ്രശംസ. ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷയാണ് വിപരീതാർത്ഥ പ്രശംസ. ഇതിന് നീയാണ് ഉത്തരവാദി. ഈ വാക്യത്തിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം. യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഇതിന് നീയാണ് ഉത്തരവാദി. ഉത്തരവാദി എന്നാണ് പറയുന്നത്. അപ്പൊ യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ടു ലവ് ഈസ് ഡിവൈൻ എന്നതിന് ശരിയായ മലയാള പരിഭാഷ. ടു ലവ് എന്നാണ് പറയുന്നത്. സ്നേഹിക്കുക എന്നത് ദൈവികമാണ്. ടു ലവ് ഈസ് ഡിവൈൻ എന്നതിന്റെ മലയാള പരിഭാഷയാണ് സ്നേഹിക്കുക എന്നത് ദൈവികമാണ്. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം. ഇത് നമുക്കറിയാവുന്ന ഒരു പഴഞ്ചൊല്ലാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യമാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. He had a heart of rock എന്നതിന് ശരിയായ മലയാള പരിഭാഷ. അവൻ കഠിന ഹൃദയനായിരുന്നു. He had a heart of rock. Heart of rock എന്നാണ് പറയുന്നത്. അപ്പൊ അവൻ കഠിന ഹൃദയൻ. He had a heart of rock എന്നതിന്റെ മലയാള പരിഭാഷയാണ് അവൻ കഠിന ഹൃദയനായിരുന്നു. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏത്? റിലീജിയൻ ഈസ് ദ ഒപ്പിയം ഓഫ് പീപ്പിൾ. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് അല്ലെ. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നാണ് പറയുന്നത്. അപ്പൊ റിലീജിയൻ ഈസ് ദ ഒപ്പിയം ഓഫ് പീപ്പിൾ. വൺ ഹു ഈസ് ഡ്രിവൻ ടു ദ വോൾ എന്നതിന് ശരിയായ മലയാള പരിഭാഷ. ഗതികെട്ടവൻ. വൺ ഹു ഈസ് ഡ്രിവൻ ടു ദ വോൾ എന്നതിന് ശരിയായ മലയാള പരിഭാഷയാണ് ഗതികെട്ടവൻ. ടു ലീവ് നോ സ്റ്റോൺ അൺടേൺ എന്നതിന് ശരിയായ മലയാള പരിഭാഷ. സമഗ്രമായി അന്വേഷിക്കുക. ടു ലീവ് നോ സ്റ്റോൺ അൺടേൺ. നോ സ്റ്റോൺ അൺടേൺഡ് എന്നാണ് പറയുന്നത്. അപ്പൊ സമഗ്രമായിട്ട് അന്വേഷിക്കുക. ടു ലീവ് നോ സ്റ്റോൺ അൺടേൺ എന്നതിന്റെ മലയാള പരിഭാഷയാണ് സമഗ്രമായി അന്വേഷിക്കുക. ലിവിംഗ് ഡെത്ത് എന്നതിന് ശരിയായ മലയാള പരിഭാഷ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ലിവിംഗ് ഡെത്ത് എന്നതിന്റെ മലയാള പരിഭാഷയാണ് ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും. ടോക്കൺ സ്ട്രൈക്ക് എന്നതിന് ശരിയായ മലയാള പരിഭാഷ. സൂചനാ പണിമുടക്ക്. ടോക്കൺ സ്ട്രൈക്ക് എന്നതിന്റെ മലയാള പരിഭാഷയാണ് സൂചനാ പണിമുടക്ക്. ബെസ്റ്റ് സെല്ലർ എന്നതിന് ശരിയായ മലയാള പരിഭാഷ. ബെസ്റ്റ് സെല്ലർ എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ബെസ്റ്റ് സെല്ലർ ബുക്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം. ബെസ്റ്റ് സെല്ലർ എന്നതിന്റെ മലയാള പരിഭാഷയാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം. സ്റ്റോം ഇൻ എ ടീ കപ്പ് എന്നതിന് ശരിയായ മലയാള പരിഭാഷ. ഇത് എളുപ്പമുള്ള ഒരു പഴഞ്ചൊല്ലാണ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. സ്റ്റോം ഇൻ എ ടീ കപ്പ് എന്നതിന്റെ മലയാള പരിഭാഷയാണ് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്.
വിതച്ചതേ കൊയ്യൂ ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം. ആസ് യു സോ സോ യു റീപ്. വിതച്ചതേ കൊയ്യൂ എന്നതിന്റെ ഇംഗ്ലീഷ് വാക്യമാണ് ആസ് യു സോ സോ യു റീപ്. Where there is life, there is hope എന്നതിന് ശരിയായ മലയാള പരിഭാഷ. ജീവൻ ഉള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. Where there is life, there is hope. നമുക്ക് പ്രതീക്ഷയുണ്ടെന്നാണ് പറയുന്നത്. Where there is life, there is hope. ജീവൻ ഉള്ളിടത്തോളം കാലം പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. They have almost completed the work എന്നതിന് ശരിയായ മലയാള പരിഭാഷ. അവൻ ജോലി മിക്കവാറും തീർത്തു കഴിഞ്ഞു. ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് എന്നാണ് പറയുന്നത്. അതായത് മിക്കവാറും തീർത്തുന്നു. They have completed or they have almost completed the work. അവർ ജോലി മിക്കവാറും തീർത്തു കഴിഞ്ഞു. There may be lot of work at the office എന്നതിന് ശരിയായ മലയാള പരിഭാഷ. ഓഫീസിൽ വളരെയധികം ജോലി ഉണ്ടായേക്കും. There may be lot of work ഉണ്ടായേക്കും എന്നാണ് പറയുന്നത്. There may be lot of work at the office എന്നതിന്റെ മലയാള പരിഭാഷയാണ് ഓഫീസിൽ വളരെയധികം ജോലി ഉണ്ടായേക്കും. She is no better than she was yesterday എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. അവളുടെ സ്ഥിതി ഇന്നലത്തെക്കാളും മെച്ചമല്ല. She is no better than she was yesterday. No better than എന്നാണ് പറയുന്നത്. അതായത് മെച്ചമല്ല എന്നുള്ള ഉദ്ദേശിക്കുന്നത്. She is no better than she was yesterday എന്നതിന്റെ മലയാള പരിഭാഷയാണ് അവളുടെ സ്ഥിതി ഇന്നലത്തെക്കാളും മെച്ചമല്ല. സർക്കിൾ ഓഫ് അക്വൈൻറ്റൻസ് എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. പരിചിത വലയം. സർക്കിൾ ഓഫ് അക്വൈൻറ്റൻസ് എന്നതിന്റെ മലയാള പരിഭാഷയാണ് പരിചിത വലയം. People are usually happiest at home എന്നതിന് ശരിയായ മലയാള പരിഭാഷ. സാധാരണയായ ആളുകൾ വീട്ടിലാണ് ഏറ്റവും സന്തുഷ്ടരായിരിക്കുന്നത്. നമ്മളെല്ലാം എവിടെയാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്? വീട്ടിലല്ലേ. People are usually happiest at home എന്നതിന്റെ മലയാള പരിഭാഷയാണ് സാധാരണയായി ആളുകൾ വീട്ടിലാണ് ഏറ്റവും സന്തുഷ്ടരായിരിക്കുന്നത്. Make hay while the sun shines എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. തക്ക സമയത്ത് പ്രവർത്തിക്കണം. Make hay while the sun shines എന്നതിന്റെ മലയാള പരിഭാഷയാണ് തക്ക സമയത്ത് പ്രവർത്തിക്കണം. വെയിലുള്ളപ്പോഴല്ലേ നമുക്ക് ഉണക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ make hay while the sun shines ന്റെ മലയാള പരിഭാഷയാണ് തക്ക സമയത്ത് പ്രവർത്തിക്കണം. ഹൈവേമാൻ എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. പിടിച്ചുപറിക്കാരൻ. ഹൈവേമാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ വിചാരിക്കരുത്. ഹൈവേമാൻ എന്നതിന്റെ മലയാള പരിഭാഷയാണ് പിടിച്ചുപറിക്കാരൻ. Too many cooks spoil the broth എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. ആളേറെ കൂടിയാൽ പാമ്പ് ചാവില്ല. Too many cooks spoil the broth എന്നതിന്റെ മലയാള പരിഭാഷയാണ് ആളേറെ കൂടിയാൽ പാമ്പ് ചാവില്ല. കൂടുതൽ ആളുകൾ പാമ്പിനെ കൊല്ലാൻ നടന്നിട്ടുണ്ടെങ്കിൽ പാമ്പ് രക്ഷപ്പെട്ടു പോവുകയുള്ളൂ, പാമ്പ് ചാവില്ല. അതാണ് Too many cooks spoil the broth എന്നതിന്റെ മലയാള പരിഭാഷയാണ് ആളേറെ കൂടിയാൽ പാമ്പ് ചാവില്ല. Put off എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. നീട്ടിവെക്കുക അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുക. Put off എന്നതിന്റെ മലയാള പരിഭാഷയാണ് നീട്ടിവെക്കുക. ബ്ലാക്ക് ലെഗ് എന്നതിന് ശരിയായ മലയാള പരിഭാഷ. കരിങ്കാലി. ബ്ലാക്ക് ലെഗ് എന്നതിന്റെ മലയാള പരിഭാഷയാണ് കരിങ്കാലി. ഫോർബിഡൻ ഫ്രൂട്ട് എന്നതിന് ശരിയായ മലയാള പരിഭാഷ. വിലക്കപ്പെട്ട കനി. ഫോർബിഡൻ ഫ്രൂട്ട്, അതൊരു ഫോർബിഡൻ ഫ്രൂട്ട് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഫോർബിഡൻ ഫ്രൂട്ട്, വിലക്കപ്പെട്ട കനി. ഫോർബിഡൻ ഫ്രൂട്ട് എന്നതിന്റെ മലയാള പരിഭാഷയാണ് വിലക്കപ്പെട്ട കനി. എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. എ സൗണ്ട് മൈൻഡ്, അതായത് ആരോഗ്യമുള്ള മനസ്സ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. ടൈം ഹീൽസ് ഓൾ വോൺസ് എന്നതിന് ശരിയായ മലയാള പരിഭാഷ. ഇതെല്ലാവർക്കും അറിയാവുന്ന മലയാള പരിഭാഷയാണ്. കാലം എല്ലാ മുറിവുകളും ഉണക്കും. ടൈം ഹീൽസ് ഓൾ വോൺസ് എന്നതിന്റെ മലയാള പരിഭാഷയാണ് കാലം എല്ലാ മുറിവുകളും ഉണക്കും. ടു ഗോ ഓൺ എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. തുടരുക. ടു ഗോ ഓൺ, കണ്ടിന്യൂ എന്ന് പറയാറില്ലേ? ടു ഗോ ഓൺ എന്നതിന്റെ മലയാള പരിഭാഷയാണ് തുടരുക. Where there is a will, there is a way എന്നതിന് ശരിയായ മലയാള പരിഭാഷ. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴഞ്ചൊല്ലാണ്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. Where there is a will, there is a way. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും.
നോ വൺ റൈറ്റ്സ് ടു കേർണൽ എന്നതിന് ശരിയായ മലയാള പരിഭാഷ. കേണലിന് ആരും എഴുതുന്നില്ല. നോ വൺ റൈറ്റ്സ് എന്നാണ് പറയുന്നത്. നോ വൺ റൈറ്റ്സ് ടു കേർണൽ. കേണലിന് ആരും എഴുതുന്നില്ല. He who follows two hairs catches neither എന്നതിന് ശരിയായ മലയാള പരിഭാഷ. രണ്ട് മുയലുകളെ പിന്തുടരുന്നയാൾ ഒന്നിനെയും പിടിക്കുന്നില്ല. അല്ലെ, രണ്ട് മുയലിനെ പിന്തുടർന്ന് എന്താ സംഭവിക്കുന്നത്? രണ്ട് മുയലും രണ്ട് വഴിക്ക് പോകും. അപ്പോൾ ഒരെണ്ണത്തെ പോലും കിട്ടില്ല. He who follows two hairs catches neither ന്റെ മലയാള പരിഭാഷയാണ് രണ്ട് മുയലുകളെ പിന്തുടരുന്നയാൾ ഒന്നിനെയും പിടിക്കുന്നില്ല. Familiarity breeds contempt എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. Familiarity breeds contempt ന്റെ മലയാള പരിഭാഷയാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. Apple in one's eye എന്നതിന് ശരിയായ മലയാള പരിഭാഷ. കൺമണി, അവൻ എന്റെ കൺമണിയാണെന്നൊക്കെ പറയില്ലേ. ആപ്പിൾ ഇൻ വൺസ് ഐ എന്നതിന്റെ മലയാള പരിഭാഷയാണ് കൺമണി. നെസസിറ്റി ക്യാൻ മേക്ക് ഈവൻ ദ ടിമിഡ് ബ്രേവ് എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. ധീരനല്ലാത്തവനും ആവശ്യം വന്നാൽ ധീരനാകും. അല്ലെ, നെസസിറ്റി ആവശ്യമാണ് ഓരോരുത്തരെ ധീരനാക്കുന്നത്. അല്ലെ, ധീരനല്ലാത്തവനും ആവശ്യം വന്നാൽ ധീരനാകും. നെസസിറ്റി ക്യാൻ മേക്ക് ഈവൻ ദ ടിമിഡ് ബ്രേവ്. It is better to die like a lion than to live like an ass എന്നതിന് ശരിയായ മലയാള പരിഭാഷ. ഒരു സിംഹമായി മരിക്കുന്നതാണ് ഒരു കഴുതയായി ജീവിക്കുന്നതിലും നല്ലത്. It is better to die like a lion than to live like an ass എന്നതിന്റെ മലയാള പരിഭാഷയാണ് ഒരു സിംഹമായി മരിക്കുന്നതാണ് ഒരു കഴുതയായിട്ട് ജീവിക്കുന്നതിലും നല്ലത്. A long tongue has a short hand എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. വായ ചക്കര കൈ കൊക്കര. എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ് എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷയാണ് വായ ചക്കര കൈ കൊക്കര. He was see off by his friends in aerodrome എന്നതിന്റെ മലയാള പരിഭാഷ. വിമാനത്താവളത്തിൽ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ യാത്രയാക്കി. See off by his friends എന്ന് പറയുമ്പോൾ യാത്രാമംഗളം നൽകി എന്നൊക്കെ പറയില്ലേ. He was see off by his friends in aerodrome എന്നതിന്റെ മലയാള പരിഭാഷയാണ് വിമാനത്താവളത്തിൽ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ യാത്രയാക്കി. One day the king heard about him എന്നതിന് ശരിയായ മലയാള പരിഭാഷ. ഒരു ദിവസം രാജാവ് അയാളെ പറ്റി കേട്ടു. One day the king heard about him. അല്ലെ, രാജാവ് അവനെ കുറിച്ച് കേട്ടു എന്നാണ്. One day the king heard about him എന്നതിന്റെ മലയാള പരിഭാഷയാണ് ഒരു ദിവസം രാജാവ് അയാളെ പറ്റി കേട്ടു. A little knowledge is a dangerous thing എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. അല്പജ്ഞാനം അപകടകരമാണ്. മുറിവൈദ്യൻ ആളെ കൊല്ലും എന്നൊക്കെ കേട്ടിട്ടില്ല. അതേപോലെ എ ലിറ്റിൽ നോളജ് ഈസ് എ ഡേഞ്ചറസ് തിങ് എന്നതിന്റെ മലയാള പരിഭാഷയാണ് അല്പജ്ഞാനം അപകടകരമാണ്. There is no rose but has thorns എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. മുള്ളില്ലാത്ത റോസാ ചെടി ഇല്ല. There is no rose but has thorns. There is no rose but has thorns. മുള്ളില്ലാത്ത റോസാ ചെടി ഇല്ല. അല്ലെ, There is no rose but has thorns എന്നതിന്റെ മലയാള പരിഭാഷയാണ് മുള്ളില്ലാത്ത റോസാ ചെടി ഇല്ല. When we reached the station, the train had left എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തീവണ്ടി പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. When we reached the station, the train had left. The train had left എന്നാണ് പറയുന്നത്. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തീവണ്ടി പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. I have little hope എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. എനിക്ക് പ്രതീക്ഷയില്ല. I have little hope. Little hope എന്നാണ് പറയുന്നത്. Little means nothing, ഒന്നുമില്ല എന്നാണ് പറയുന്നത്. I have little hope എന്നതിന്റെ മലയാള പരിഭാഷയാണ് എനിക്ക് പ്രതീക്ഷയില്ല. A fair weather friend എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. ആപത്തിൽ ഉതകാത്ത സ്നേഹിതൻ. A fair weather friend എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷയാണ് ആപത്തിൽ ഉതകാത്ത സ്നേഹിതൻ. I went to see him off at the airport എന്നതിന് ശരിയായ മലയാള പരിഭാഷ. അവനെ യാത്രയാക്കാൻ ഞാൻ വിമാനത്താവളത്തിൽ പോയി. നമ്മൾ നേരത്തെ പഠിച്ചാണ് see off എന്ന് പഠിച്ചാണ്. അതായത് യാത്രാമംഗളം നേടാൻ ഫ്രണ്ട്സ് എയറോഡ്രോമിൽ പോയെന്നല്ലേ. അതുപോലെ തന്നെ I went to see him off at the airport എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷയാണ് അവനെ യാത്രയാക്കാൻ ഞാൻ വിമാനത്താവളത്തിൽ പോയി.
ഇൻഡിജിനസ് മെഡിസിൻ എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. നാട്ടുചികിത്സ. ഇൻഡിജിനസ് മെഡിസിൻ അല്ലെ, ഇൻഡിജിനസ് മീൻസ് സ്വദേശം, നമ്മൾ സ്വദേശമായിട്ട് നിർമ്മിക്കുന്നതിനാണ് ഇൻഡിജിനസ് എന്ന് പറയുന്നത്. ഇൻഡിജിനസ് മെഡിസിന്റെ മലയാള പരിഭാഷയാണ് നാട്ടുചികിത്സ. The sword is not as mighty as the pen എന്നതിന്റെ മലയാള പരിഭാഷ. വാളിന് പേനയോളം ശക്തിയില്ല. The sword is not as mighty as the pen എന്നതിന്റെ മലയാള പരിഭാഷയാണ് വാളിന് പേനയോളം ശക്തിയില്ല. Did you read the book I gave you എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. ഞാൻ തന്ന പുസ്തകം നീ വായിച്ചോ. Did you read the book? നീ പുസ്തകം നീ വായിച്ചോ. Did you read the book I gave you എന്നതിന്റെ മലയാള പരിഭാഷയാണ് ഞാൻ തന്ന പുസ്തകം നീ വായിച്ചോ. Beating about the bush എന്നതിന് ശരിയായ മലയാള പരിഭാഷ. വളച്ചു കെട്ടി പറയുക. Beating about the bush എന്നതിന്റെ മലയാള പരിഭാഷയാണ് വളച്ചു കെട്ടി പറയുക. Waxing and waning എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. ഏറ്റക്കുറിച്ച്. Waxing and waning എന്നതിന്റെ മലയാള പരിഭാഷയാണ് ഏറ്റക്കുറിച്ച്. A rolling stone gathers no moss എന്നതിന് ശരിയായ മലയാള പരിഭാഷ. ഉരുളുന്ന കല്ലിൽ പായൽ പുരുളുമോ. കല്ല് ഉരുണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ പായല് പറ്റില്ല അല്ലെ. അതേപോലെ A rolling stone gathers no moss എന്നതിന്റെ മലയാള പരിഭാഷയാണ് ഉരുളുന്ന കല്ലിൽ പായൽ പുരുളുമോ. This is the standing order എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. ഇത് നിലവിലുള്ള ഉത്തരവാണ്. This is the standing order എന്നതിന്റെ മലയാള പരിഭാഷയാണ് ഇത് നിലവിലുള്ള ഉത്തരവാണ്. Zero hour എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. Zero hour എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്, ശൂന്യവേള. Zero hour എന്നതിന്റെ മലയാള പരിഭാഷയാണ് ശൂന്യവേള. Slow and steady wins the race എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴഞ്ചൊല്ലാണ്. പയ്യെ തിന്നാൽ പനയും തിന്നാം. Slow and steady wins the race എന്നതിന്റെ മലയാള പരിഭാഷയാണ് പയ്യെ തിന്നാൽ പനയും തിന്നാം. What a beautiful bird the peacock is എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. മയിൽ എത്ര മനോഹരമായ ഒരു പക്ഷി. What a beautiful bird the peacock is. അത് മാറിപ്പോവരുത്. മയിൽ എത്ര മനോഹരമായ ഒരു പക്ഷി. മയിൽ മനോഹരമായ ഒരു പക്ഷിയാണെന്നൊക്കെ പറഞ്ഞ ഓപ്ഷനിൽ കാണാം. അങ്ങനെയല്ല, what a beautiful bird the peacock is. ലാസ്റ്റ് സെന്റൻസ് ശ്രദ്ധിക്കേണ്ടതാണ്. the peacock is എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ മയിൽ എത്ര മനോഹരമായ ഒരു പക്ഷി. There is no smoke without fire എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. തീയില്ലാതെ പുകയില്ല. There is no smoke without fire എന്നതിന്റെ മലയാള പരിഭാഷയാണ് തീയില്ലാതെ പുകയില്ല. To break the heart എന്നതിന്റെ മലയാള പരിഭാഷ. ഹൃദയം കവിഞ്ഞൊഴുകുന്ന ദുഃഖമുണ്ടാകുക. ബ്രേക്ക് ദ ഹാർട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ to break the heart എന്നതിന്റെ മലയാള പരിഭാഷയാണ് ഹൃദയം കവിഞ്ഞൊഴുകുന്ന ദുഃഖമുണ്ടാക്കുക. Time and tide wait for no man എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. Time and tide wait for no man. No man എന്നാണ് പറയുന്നത്. കാലവും തിരമാലയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. The court set aside the verdict of the jury എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. കോടതി ജൂറിയുടെ വിധി ദുർബലപ്പെടുത്തി. The court set aside. Set aside means നമ്മൾ റദ്ദ് ചെയ്യുക, മാറ്റിവെക്കുക എന്നൊക്കെ പറയാറില്ലേ. The court set aside the verdict of the jury എന്നതിന്റെ മലയാള പരിഭാഷയാണ് കോടതി ജൂറിയുടെ വിധി ദുർബലപ്പെടുത്തി. When I saw him, he was sleeping എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. When I saw him, ഞാൻ അവനെ കണ്ടപ്പോൾ he was sleeping, അവൻ ഉറങ്ങുകയായിരുന്നു. When I saw him, he was sleeping എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷയാണ് ഞാൻ അവനെ കണ്ടപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു. History is the essence of innumerable biographies എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ. അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശമാണ് ചരിത്രം. History is the essence of innumerable biographies. അനേകം ജീവചരിത്രങ്ങളുടെ സാരാംശമാണ് ചരിത്രം. Let me go to dinner എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ.
എന്നെ വിരുന്നിന് പോകാൻ അനുവദിക്കുക. ലെറ്റ് മീ ഗോ, എന്നെ അനുവദിക്കുക എന്നൊക്കെ പറയില്ലേ, ലെറ്റ് മീ ഗോ ടു ഡിന്നർ എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷയാണ് എന്നെ വിരുന്നിന് പോകാൻ അനുവദിക്കുക. ടു സെറ്റ് ഫ്രീ എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ സ്വതന്ത്രമാക്കുക. ടു സെറ്റ് ഫ്രീ എന്നതിന്റെ മലയാള പരിഭാഷയാണ് സ്വതന്ത്രമാക്കുക. സ്വതന്ത്രമാകുക എന്നൊക്കെ ഓപ്ഷനിൽ കാണും, തെറ്റിക്കരുത്. ടു സെറ്റ് ഫ്രീ എന്നാണ് പറയുന്നത്. അപ്പൊ സ്വതന്ത്രമാക്കുക. He washed his hands of the charges of bribery എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ നിന്നും അവൻ പിൻവലിഞ്ഞു. He washed his hands of the charges of bribery. കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ നിന്നും അവൻ പിൻവലിഞ്ഞു. Walls have ears എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ ചുമരുകൾക്ക് പോലും ചെവിയുണ്ട്. Walls have ears എന്നതിന്റെ മലയാള പരിഭാഷയാണ് ചുമരുകൾക്ക് പോലും ചെവിയുണ്ട്. My love is like a red rose എന്നതിന്റെ ശരിയായ മലയാള പരിഭാഷ എന്റെ സ്നേഹം ഒരു രക്തപുഷ്പം പോലെയാകുന്നു. My love is like a red rose എന്നതിന്റെ മലയാള പരിഭാഷയാണ് എന്റെ സ്നേഹം ഒരു രക്തപുഷ്പം പോലെയാകുന്നു. മലയാളമൊക്കെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. മലയാളത്തിലും നമുക്ക് 10ൽ 10 മാർക്ക് മേടിക്കാൻ പറ്റും. കൂടുതലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് മലയാളത്തിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.